ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം സൂറത്തുൽ അസ്ർ, കേവലം 3 സൂക്തങ്ങളുള്ള ഈ ചെറിയ അധ്യായത്തിൻ്റെ ലഘു വിശദീകരണമാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്നാണ് ആയത്തുകൾ. വൽ അസ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സത്യം ചെയ്ത് പറയാറുണ്ട്. അതേ പ്രകാരം അള്ളാഹു ഇവിടെ വൽ അസ്ർ, കാലത്തെ തന്നെയാണെങ്കിൽ സത്യം. അപ്പോൾ അള്ളാഹു സത്യമിട്ട് എന്തോ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏതൊരു വിഷയവും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാലത്തിൽ നിന്നും പുറത്തല്ല. എല്ലാ സൃഷ്ടികളും കാലത്തിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക, ഏതൊരു വിഷയം. അതുകൊണ്ട് തന്നെ കാലം എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയാണ്. അതുകൊണ്ടാണ് കാലത്തെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പറയാൻ പോവുകയാണ്. വൽ അസ്ർ എന്ന് പറഞ്ഞാൽ അസ്ർ നിസ്കാരം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച ആ കാലഘട്ടം എന്നും വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. ഏതായാലും അതിനൊക്കെ വലിയ മഹത്വമുണ്ടെന്നാണ് ഈ ഒരു ചെറിയ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു സത്യമിടണമെങ്കിൽ അതിന് വലിയ പ്രാധാന്യവും മഹത്വവും ഉണ്ടാവുമല്ലോ. ഏതായാലും സത്യം ചെയ്ത റബ്ബ് പറയാൻ പോവുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യവർഗം നഷ്ടത്തിൽ തന്നെയാണ്. ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞാൽ നാശത്തിൽ, നഷ്ടം എന്നൊക്കെയാണ്. അതായത് ഇവിടെ പറയുന്ന നഷ്ടം ഒരിക്കലും ഭൗതികമായ നഷ്ടങ്ങളല്ല. കാരണം ഐഹിക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ലാഭവും നഷ്ടവും ഇതൊന്നും ശാശ്വതമല്ല. മറിച്ച് അള്ളാഹു പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്ന നഷ്ടത്തെക്കുറിച്ചാണ്. അഥവാ പരലോകം, അതായത് ഇഹലോകത്തല്ല മറിച്ച് പരലോകത്തുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ നഷ്ടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയാണ് പ്രധാനമായും ഇസ്ലാം ചെയ്യുന്നത്. ഈ നഷ്ടക്കാരെക്കുറിച്ച് ഖുർആൻ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുകയാണ് മനുഷ്യന്മാർ നഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാം. കുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് സൂറത്തു അൽ കഹ്ഫ്, നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ള സൂറത്തുൽ കഹ്ഫിൻ്റെ 103-ാമത്തെ വചനം മുതൽ അള്ളാഹ് പറയുന്നുണ്ട്. അതായത് ഉലായിക്കല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചാൽ റബ്ബിനെ കാണുകയില്ലെന്ന് പറഞ്ഞ് ദുന്യാവിൽ ഭൂമിയിൽ അഹന്തതയോടെ നടന്ന് തൻ്റെ ജീവിതം തോന്നിയതുപോലെ ജീവിച്ച് തോന്നികളായി ജീവിച്ച ആളുകൾ, അവരെക്കുറിച്ചാണെന്ന് അവിടെ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഭാഗം അത് മറ്റൊരു ഭാഗത്തിൻ്റെ തഫ്സീറാണെന്ന് പറയുന്നത് വെറുതെയൊന്നുമല്ല. അപ്പം ആരാണ് നാശത്തിലുള്ള ആളുകൾ എന്നതിൻ്റെ വ്യക്തമായ മറുപടി സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു സൂറത്താകുന്ന സൂറത്തുൽ മുനാഫിഖൂൻ 9-ാം വചനവും ഖാസിരീങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നാശം സംഭവിച്ചവർ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അതായത് സ്വത്തും സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായാൽ അവർ തന്നെയാണ് നഷ്ടക്കാർ. അതായത് സ്വത്തും സ്വന്തം സമ്പത്തും സ്വന്തം മക്കളും കാരണമായിട്ട് അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധരായ ആളുകൾ അവർ പരലോകത്ത് വലിയ നഷ്ടമുള്ള ആളുകളാണെന്ന് പരിശുദ്ധ ഖുർആൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിൻ്റെ 85-ാമത്തെ വചനം, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ എന്നും കാണാം. അതായത് ദൈവത്തിനുള്ള ആത്മാർപ്പണം, അതാണ് ഗൈറൽ ഇസ്ലാമി ദീനൻ. അങ്ങനെ ദീനല്ലാത്ത, ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല, മറിച്ച് അവൻ ആഖിറത്തിൽ പരാജിതരിൽപ്പെട്ട ആളാകും എന്ന് ആലി ഇമ്രാനിൻ്റെ 85-ാമത്തെ വചനം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ആരാണ് നഷ്ടക്കാർ, നാശം സംഭവിച്ചവർ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇനിയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇങ്ങനെ നഷ്ടം സംഭവിക്കാതിരിക്കാൻ നാം എന്ത് ശ്രദ്ധിക്കണം? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതായത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നാൽ ഈ നഷ്ടം സംഭവിക്കാതെ ലാഭം കൊയ്യുന്ന വിജയിക്കുന്ന ആളുകൾ ആരാണ്? അതായത് ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിക്കുക, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക,
വതവാസൗ ബിൽ ഹക്ക്, സത്യം കൊണ്ട്, വതവാസൗ ബിസ് സബർ, ഹക്ക് കൊണ്ടും സബർ കൊണ്ടും, വതവാസൗ അന്യോന്യം ഉപദേശിക്കുക. ഇവർ ഒഴികെയുള്ള ആളുകൾക്കാണ് നഷ്ടം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് പരാജയമില്ല, അവർ വിജയത്തിലാണ്. പരാജയ വഴിയിൽ നിന്ന് കരകയറാനും വിജയത്തിൻ്റെ രാജവീതികളിൽ സഞ്ചരിക്കാനും മനുഷ്യനെ പ്രാപ്തനാക്കുന്ന 4 കാര്യങ്ങളെയാണ് ഇവിടെ സൂറത്തുൽ അസ്റിൻ്റെ 3-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഓരോന്നും ഇഴകീറി പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തത് സത്യവിശ്വാസം. നമ്മളൊക്കെ മദ്രസ തൊട്ട് പഠിക്കുന്നതാണ് 6 കാര്യങ്ങൾ ഈമാനിൻ്റെ. ആ 6 കാര്യങ്ങളിലും ഈമാൻ ഉണ്ടെങ്കിൽ അത് കേവലം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ദൃഢമായിക്കൊണ്ട് മനസ്സറിഞ്ഞ് ഹൃദയമുറപ്പിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം. ഇതാണ് സത്യവിശ്വാസം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഞങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടല്ലോ എന്ന വാദം മാത്രം പോരാ. കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ ദാത്തിലും അവൻ്റെ സിഫാത്തിലും വിശേഷണങ്ങളിലുമെല്ലാം നമ്മൾ വിശ്വസിക്കണം. അതിൽപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, സർവ്വവും വീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ബോധ്യമുള്ള കാലത്തോളം അവൻ തെറ്റുകൾ ചെയ്യൂല, തിന്മകളിലേക്ക് എടുത്തു ചാടൂല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവൻ നൽകിയ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവനെതിരിൽ പ്രവർത്തിക്കൂല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ അജയ്യമായ വിശ്വാസം, ഒരിക്കലും മാറാത്ത കൃത്യമായ പരിപൂർണമായ വിശ്വാസം അസാൻമാർഗമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിൽ നാം സ്വായത്തമാക്കുന്ന സന്ദർഭത്തിലാണ് മേൽ പറഞ്ഞ ഒരു സത്യവിശ്വാസി എന്ന അർത്ഥത്തിലേക്ക് നാം ഉയരുന്നത്. നമ്മൾ ചിന്തിക്കണം. നമ്മളൊക്കെ റബ്ബിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം മാത്രം 6 ഈമാനിൻ്റെ 6 ഭാഗങ്ങൾ ശാഖകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം വല്ലാതെ ദൈർഘ്യപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഈമാൻ എത്രത്തോളം ഉറപ്പുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഈമാൻ കൂടുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഇസ്തിഖാമത്ത്, സ്ഥിരത ഉണ്ടാവുക എന്ന് പറയുന്നത്. 2-ാമത്തെ കാര്യം റബ്ബ് പറഞ്ഞത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. കേവലം വിശ്വസിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ കാര്യമില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ, അതേപോലെ തന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, ഖുർആനും റസൂലുള്ളാഹി തങ്ങളും നമ്മെ ഉണർത്തിയ കാര്യങ്ങൾ, അതെല്ലാം ഉപേക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പോൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കലെന്നാൽ ഏതാനും ആരാധനകൾ നിർവഹിച്ചാൽ മാത്രം പോരാ, മറിച്ച് സ്വന്തത്തോടും മറ്റുള്ള ആളുകളോടും പാലിക്കേണ്ട കടമകളുണ്ട്, അതെല്ലാം പാലിക്കണം. അപ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ സൽക്കർമ്മിയാകുന്നത്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് സ്വന്തം നന്നായതുകൊണ്ട് മാത്രം കാര്യമില്ല. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യണം എന്ന ഒരു അർത്ഥം കൂടി ഇവിടെയുണ്ട്. 3-ാമത്തെ കാര്യം സത്യം കൊണ്ട് ഉപദേശിക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു വലിയ തെറ്റിദ്ധാരണ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യം കൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നാലിന്ന വിഷയങ്ങളൊക്കെ ചെയ്യണമെന്നും ഇന്നാലിന്ന വിഷയങ്ങളൊന്നും ചെയ്യരുതെന്നും തിന്മയാണെന്നും പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, മറിച്ച് ഉപദേശം സമ്പൂർണ്ണമാകണമെങ്കിൽ അവിടെ ആ ഉപദേശിക്കുന്നവൻ തൻ്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുകയും വേണം. സൂറത്തു സഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങളെന്തിനാണ് ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? അതുകൊണ്ട് ഈ ഉപദേശിക്കുന്ന ആൾ തൻ്റെ ജീവിതത്തിൽ അത് കൃത്യമായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ശക്തമായി ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പം ഇത് കേവലം ഒരു ഉപദേശമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. കാരണം മുൻകാല സമുദായങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ നന്മ ചെയ്തിട്ടുണ്ടായിരുന്നു, തിന്മകളെല്ലാം വെടിഞ്ഞിരുന്നു. എന്നിട്ട് പോലും അവർക്ക് നാശം സംഭവിച്ചതിൻ്റെ പിന്നിലുള്ള വലിയൊരു കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അവർ തെറ്റുകൾ കണ്ടപ്പോൾ എതിർത്തില്ല, നന്മകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആളുകളെ നന്മയിലേക്ക് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കടമയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ബാധ്യതയാണ്. തെറ്റുകൾ കണ്ടാൽ കണ്ണ് ചിമ്മുന്ന ജീവിതമല്ല, മറിച്ച് അതിനെതിരെ സാധ്യമാകുന്ന രീതിയിൽ നാം ആളുകളെ ഉപദേശിച്ചുകൊണ്ട് വഴികേടിൽ നിന്നും ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാനാണ് ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടത്. അവസാനമായിട്ട് പറയുന്നത് ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണമെന്നാണ്. നമുക്കൊക്കെ അറിയാം ക്ഷമ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ഷമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മാത്രമല്ല. ക്ഷമ 3 വിധത്തിലുണ്ട്. ഒന്ന്, ആരാധനകൾ നിർവഹിക്കാൻ ആവശ്യമാകുന്ന ക്ഷമ നമുക്ക് വേണം. നിസ്കാരം നിർവഹിക്കാൻ അത് തന്നെ കൃത്യമായി പൂർണ്ണമായി നിർവഹിക്കാൻ ക്ഷമ വേണം. അത് ക്ഷമയില്ലെങ്കിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയുകയില്ല. മനസ്സിൽ അത് ഒരു കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയൂല. പെട്ടെന്ന് ചാടി തട്ടിക്കൂട്ടി നിസ്കരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, ക്ഷമയില്ല. ആരാധനകളിലും സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പ്രയാസങ്ങളുണ്ടാകും. നോമ്പ് നോൽക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാനുള്ള ആ ഒരു ക്ഷമ വേണം. അങ്ങനെ ആരാധനകളിൽ ക്ഷമ നമ്മൾ കണ്ടെത്തണം. 2-മതായിട്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ വേണം. അതായത് പുതിയ കാലത്ത് അരുതായ്മകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ
സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം തിന്മക്ക് കൂട്ടു നിൽക്കുമ്പം അവിടെയൊന്നും ഒരു മുസ്ലിമായ എനിക്ക് യോജിച്ചതല്ല ഇതെല്ലാം തിന്മയാണെന്നും ബോധ്യമുള്ള ഒരു മനുഷ്യന് ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ കൈക്കൊള്ളണം. അതുകൊണ്ട് തന്നെ കൂട്ടുകാരാവട്ടെ മറ്റാരാവട്ടെ തിന്മയിലേക്ക് നമ്മളെ മാടി വിളിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ക്ഷമ നമുക്ക് വേണം. ആ തിന്മ ചെയ്യാതിരിക്കാൻ അതിനും വേണം ഒരു ക്ഷമ. റബ്ബ് നമുക്കൊക്കെ അത്തരം ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം തിന്മയെ അവഗണിക്കാനും നന്മയുടെ പക്ഷത്ത് നെഞ്ചുറപ്പോടെ നിൽക്കാനും നമുക്ക് സാധ്യമാക്കണമെങ്കിൽ ഈ പറയുന്ന ക്ഷമ വേണം. മൂന്നാമത്തെ ക്ഷമ എല്ലാവർക്കും അറിയാം. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കണം. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, അതേപോലെ തന്നെ മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം അള്ളാഹുവിലുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. കേവലം ഒരു കയറിലോ അതല്ലെങ്കിൽ പെട്ടെന്ന് പുതിയ കാലത്ത് മറ്റെന്തെങ്കിലും വിഷലിപ്തമായ ഭക്ഷണം കഴിച്ചോ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. മറിച്ച് എത്ര വലിയ പ്രതിസന്ധികൾ നേരിട്ട ആളുകളാണ് മുൻഗാമികൾ. അവരുടെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് എൻ്റെ പ്രയാസവും പ്രതിസന്ധിയും ഒന്നുമല്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് നാം വരണം. എന്ത് തന്നെ സംഭവിച്ചാലും ഇതെല്ലാം അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ്. എത്ര വലിയ നന്മയാണെങ്കിലും എത്ര വലിയ അപകടമാണെങ്കിലും തിന്മയാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമിക്കുന്നവനാകുന്നു എന്ന സ്വയം മനസ്സിൽ നിന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. പുതിയ കാലത്ത് ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ ഈ ക്ഷമയെക്കുറിച്ച് പറയാതെ വയ്യ. ക്ഷമ വേണം. ഒരുപാട് വിജ്ഞാനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നോളജുണ്ട്, പക്ഷേ ആളുകൾക്ക് ക്ഷമയില്ല, മനധൈര്യമില്ല. പിന്നെ മനോധൈര്യമില്ലാതെ എങ്ങനെയാണ് ഇതെല്ലാം സാധിക്കുന്നത്? സദാചാര മൂല്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സമൂഹം ഈ മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ക്ഷമ കൊണ്ട് ആളുകളെ വസിയത്ത് നടത്തുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതാ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ എന്നാണ് പറഞ്ഞത്. സ്വന്തം ക്ഷമിച്ചാൽ മാത്രം പോരാ, ക്ഷമിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും വേണം. അപ്പോൾ ആളുകൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുകയും അതേപോലെ തന്നെ ക്ഷമയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ കടമയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളെ കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയുടെ പരലോക വിജയത്തിന് മരുന്നായി കൽപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തുൽ അസ്ർ ഇവിടെ അവസാനിക്കുകയാണ്. 3 ആയത്തുകളാണ്. 3-ാമത്തെ ആയത്തിലാണ് മനുഷ്യൻ്റെ നാശത്തിൽ നിന്നും രക്ഷിക്കാനുള്ള 4 കാര്യങ്ങൾ. അത് 4 നമ്മൾ വളരെ കൃത്യമായി ലഘുവായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിൻ്റെ രീതി ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ല പോലെയുള്ളവർ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഉബൈദുല്ലാഹി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. സ്വഹാബത്ത് കണ്ടുമുട്ടിയാൽ സലാം പറഞ്ഞ് സൂറത്തുൽ അസ്ർ പരസ്പരം പറയും. ഇങ്ങനെ നന്മ കൊണ്ട് ഉപദേശിക്കും, അതേപോലെ തന്നെ ക്ഷമ കൊണ്ട് കൽപ്പിക്കും. ഇങ്ങനെയായിരുന്നു അവർ കണ്ടുമുട്ടിയാൽ അവർ പിരിയുന്നതിന് മുമ്പ് ചെയ്യാറുള്ളത് എന്ന് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സൂറത്തിനെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാമാണല്ലോ മഹാനവറുകൾ, അവർ പറയുന്നത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുക, ഖുർആനിൽ ഒരൊറ്റ സൂറത്ത് അവതരിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു സൂറത്ത് മതിയായിരുന്നു. കാരണം ഈ സൂറത്തിൽ ഖുർആനിൻ്റെ സർവ്വ വിഷയങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഖുർആനിൻ്റെ എല്ലാ വിജ്ഞാനങ്ങളും അതിൻ്റെ മൗലികമായ സർവ്വ വശങ്ങളും ഇതിൽ തന്നെ ഉണ്ട് എന്നാണ് ഷാഫി റഹിമഹുല്ല ഈ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നുണ്ട്. ഇങ്ങനെ സൂറത്തിന് ഒരുപാട് മഹത്വവും പോരിശയുണ്ട്. വളരെ സിമ്പിളായിട്ട് കേവലം 3 ആയത്തിൽ വിശാലമായ അർത്ഥങ്ങളിലേക്കാണ് ഖുർആൻ നമ്മെ കൊണ്ടുപോയത്. ഇതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഇജാസ്, അത്ഭുതം പറഞ്ഞാൽ കഴിയില്ല. അള്ളാഹു ഖുർആൻ സ്നേഹിക്കുന്ന, ഖുർആനിനെ കൃത്യമായി പാരായണം ചെയ്യുന്ന, അതിനോടുള്ള ബാധ്യതകൾ, ഹക്കുകൾ വീട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനും അത് വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.